എത്ര വലിയ മാതൃകയാണ് ഇവിടെ കാണിക്കുന്നത്. നബിതങ്ങളുടെ സ്വഹാബികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും അധികാരം കൊടുത്തിട്ടില്ല. മുത്തഖിയാണ് എന്ന് വിചാരിച്ച് ഒരു ഗവർണർ ആവാനുള്ള യോഗ്യത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണ് എത്രയോ സജ്ജനങ്ങളായ ആളുകൾ, അവരെ നേതൃത്വത്തിന് പറ്റില്ല, അങ്ങനെ പറ്റും. നേതൃത്വത്തിന് അവരെ കൊണ്ട് കഴിയില്ല. അവരെ ഒരു ഇമാമ് നിൽക്കാൻ പറ്റും, ദുആ ചെയ്യാൻ പറ്റും, ആത്മീയ നേതൃത്വമാവാം. പക്ഷെ ഒരു ഫിസിക്കൽ ലീഡർഷിപ്പ് അവരെ കൊണ്ട് കഴിഞ്ഞില്ലെന്ന് വരും. അതിന് എത്രയോ തെളിവുകളുണ്ട്. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ആഖുവിന്റെ നബിയേ, വല്ലൈത ഫുലാനൻ വവല്ലൈത ഫുലാനൻ വതറക്തനി. നബിയേ, ഒരുപാട് ആളുകൾ അങ്ങ് ഗവർണർമാരാക്കി, ഒരുപാട് ആളുകൾ അങ്ങയുടെ പ്രതിനിധികളാക്കി, ഒരുപാട് ആളുകൾക്ക് അങ്ങ് അധികാരം നൽകി. നബിയെ, അങ്ങ് എന്തേ എന്നെ മാറ്റി നിർത്തിയത്? ഞാൻ ഗിഫാർ ഗോത്രത്തിന്റെ നേതാവായിരുന്നല്ലോ. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന ആബിദായ സാഹിദായ നബിയുടെ സ്വഹാബി നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, എന്താ അതിന്റെ അർത്ഥം? അവര് വിചാരിച്ചു നബിതങ്ങൾ അധികാരം കൊടുക്കുന്നത് സ്നേഹത്തിന്റെ പേരിലാണെന്ന്. അപ്പൊ ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്നാണ് അബൂദർ തങ്ങളുടെ ചോദ്യത്തിന്റെ പൊരുൾ. നബിതങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? യാ അബൂദർറേ, ഇന്നക റജുലുൻ ദഈഫ്. അബൂദർറേ, നിങ്ങളൊരു പാവം മനുഷ്യനാണ്, നിങ്ങൾ ദഈഫാണ്, നിങ്ങൾ ബലമില്ലാത്ത ആളാണ്, കരുത്തില്ലാത്ത ആളാണ്. വഇന്നഹാ അമാന, ഇത് ഉത്തരവാദിത്തമാണ് അബൂദർറേ. വഇന്നഹാ ഖിസിയും വനദാമ യൗമൽ ഖിയാമ, അന്ത്യനാളിലേക്ക് വരുമ്പോൾ ഇത് സങ്കടത്തിന് കാരണമാവും, വിരൽ കടിക്കേണ്ടി വരും. ഇത് ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അബൂദർ, ഇത് നിങ്ങളെ കൊണ്ട് കഴിയില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാത്തത്. നിങ്ങളൊരു പാവം മനുഷ്യരല്ലേ, നിങ്ങളെ കൊണ്ടത് കഴിയില്ല, അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നില്ല. തഖ്വയില്ലാത്തത് കൊണ്ടല്ല. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രയാസം തന്നെയാണ്. എത്രയോ തെറിവിളികൾ കേൾക്കേണ്ടി വരും, എത്രയോ ആക്ഷേപം കേൾക്കേണ്ടി വരും, എത്രയോ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും, എത്രയോ അപകടങ്ങൾ സഹിക്കേണ്ടി വരും. കാരണം അതിന് മനക്കരുത്ത് വേണം. അബൂദർറേ, നിങ്ങളെ കൊണ്ടത് സാധ്യമല്ല, നിങ്ങളൊരു പാവം സാധുവായ മനുഷ്യനല്ലേ, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാത്തതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ സ്വഹാബികളിൽ ഖുർആൻ പണ്ഡിതനായിരുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ അബുൽ മുൻദിർ എന്നറിയപ്പെടുന്ന സയ്യിദുൽ ഖുറാ, ഖാരിഈങ്ങളുടെ നേതാവാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ ഖുർആനിന്റെ മുതഖസ്സിസാണ്, ഖുർആനിന്റെ ഖിറാഅത്തുകളുടെ ആലിമാണ്. പക്ഷേ അധികാരത്തിന് യോഗ്യതയുണ്ടോ? അധികാരത്തിന് യോഗ്യതയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മഹാനവറുകൾ വന്നിട്ട് ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂലേ, തുവല്ലി സ്വഹാബത ജമീഅ ഹത്തൽ അൻസാർ. നബിയെ, മുഹാജിറുകൾക്കും അൻസാരികൾക്കും അടക്കം അങ്ങ് അധികാരം ഏൽപ്പിക്കുന്നുവല്ലോ നബിയെ. വതതുറുകുനി, അങ്ങ് എന്താണ് എന്നെ മാറ്റി നിർത്തുന്നത്? മാദാ റഅയ്ത ഫിയ, എന്നെ എന്താ നിങ്ങൾ ഏൽപ്പിക്കാത്തത് നബിയെ അധികാരമെന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഖാല ഉമർ, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരാണ് നബിതങ്ങളല്ല അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കാലശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരോട് പറയുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ മുഹാജിറുകളെ മാത്രമല്ല അൻസ്വാരികളെയും അധികാരം ഏൽപ്പിച്ചപ്പോ ഞാനും ഒരു അൻസ്വാരിയല്ലേ, നിങ്ങൾ എന്താ എന്നെ ഏൽപ്പിക്കാത്തത്? يا أبا المنذر, أبو المنذر, والله الذي لا إله إلا هو إنك من أحب الناس إلي. ഉബയ്യ് ഇബ്നു കഅബ്, നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്, നിങ്ങളോട് എനിക്ക് വെറുപ്പുള്ളത് കൊണ്ടല്ല. വലാകിന്നി ലാ ഉരീദു അൻ ഉദന്നിസക ബിദ്ദുനിയാ, അതുകൊണ്ട് ഉബയ്യ് ഇബ്നു കഅബ്, പൈസ കൊണ്ട്, ദുനിയാവ് കൊണ്ട് നിങ്ങളെ മലിനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൈസ കിട്ടുമ്പോൾ മാലിന്യങ്ങൾ വരും, പൈസ കിട്ടുമ്പോൾ ചില പലിശിടപാടുകൾ ഹലാലാണെന്ന് ധരിക്കേണ്ടി വരും, പൈസ കിട്ടുമ്പോൾ പല അന്യായങ്ങളും ന്യായമാണെന്ന് പറയേണ്ടി വരും. പൈസയുടെ പേരിൽ നിങ്ങളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉബയ്യ് ഇബ്നു കഅബ്, ഉബയ്യ് ഇബ്നു കഅബ്, നിങ്ങൾ ശുദ്ധരായി നിന്നുകൊള്ളൂ. സ്വഹാബിമാർ ഉബയ്യ് ഇബ്നു കഅബിനെ തങ്ങളെ സംബന്ധിച്ച് പറയാറുള്ളത്, കാനത്ത് ലിഹിയതുഹു ബൈദാ
ഉബയ്യ് ഇബ്നു കഅബ് എന്നവരുടെ താടിക്ക് വെളുപ്പ് നിറമാണ്. വജിസ്മുഹു അബിയദു, ശരീരം വെളുത്ത നിറമാണ്. വറഅസുഹു അബിയദു, തലക്ക് വെളുത്ത നിറമാണ്. വസിയാബുഹു ബൈദാ, വസ്ത്രങ്ങൾ വെളുത്തതാണ്. എല്ലാം വെളുത്ത മാലാഖ പോലെ. നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാഉ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ആ വെളുത്ത ശരീരമുള്ള, വെളുത്ത വസ്ത്രമുള്ള, വെളുത്ത താടിയുള്ള, വെളുത്ത തലയുള്ള, വെളുത്ത വസ്ത്രം ധരിച്ച, വെളുത്ത മനസ്സുള്ള ഉബയ്യ് ഇബ്നു കഅബേ, അധികാരം കിട്ടുമ്പോൾ നിങ്ങളിൽ മാലിന്യം വന്നു ചേരും. ആ മാലിന്യം നിങ്ങൾക്ക് വരരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അധികാരം ഏൽപ്പിക്കാത്തതെന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് കൊടുത്ത ഏറ്റവും വലിയ കോച്ചിങ് ആണ് നബി തങ്ങളുടെ ടീച്ചിങ്. അവിടുത്തെ അധ്യാപനങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് മുഅ്മിനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഇനിയും ഈ വിഷയവുമായി ചർച്ച ചെയ്യാനുണ്ട്. ഒരൊറ്റ ആശയം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന വലാ യഅകുൽ തുആമക ഇല്ലാ തഖിയ്യ. അതുകൊണ്ട് നമ്മൾ അധികാരം ഏറ്റെടുക്കേണ്ടി വരുമ്പോ കൂടെ നിർത്തുന്ന ആളുകൾ, ഒരു പ്രസിഡന്റ് ആകുമ്പോൾ ഒരു വൈസ് പ്രസിഡന്റ് കാണും, അല്ലേ? അസിസ്റ്റന്റുകൾ കാണും, വർക്കിംഗ് സെക്രട്ടറിമാര്, പ്രസിഡന്റുമാര് കാണും. എന്ത് ചെയ്യണം? നല്ലവരെ തെരഞ്ഞെടുക്കുക, സ്വാലിഹീങ്ങളെ കൂടെ നിർത്തുക. സ്വാലിഹീങ്ങളുടെ പ്രത്യേകത എന്താ? അവരുടെ കൂടെയുള്ളവർ സ്വാലിഹീങ്ങൾ, അവരുടെ ഹാദിമീങ്ങൾ സ്വാലിഹീങ്ങളാണ്, അവരുടെ വാഹനം ഓടിക്കുന്നവർ സ്വാലിഹീങ്ങളാണ്, അവരുടെ കൂടെ നടക്കുന്ന സുഹൃത്തുക്കൾ സ്വാലിഹീങ്ങളാണ്. ഇതൊരു വല്ലാത്ത സൗഭാഗ്യമാണ് സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റാൻ. കൂട്ടുകാരാണ്. ഫിർഔനെ നശിപ്പിച്ചത് ഹാമാനാണെന്നാ പറയാം. ഫിർഔന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു, അസിസ്റ്റന്റാണ് ഹാമാനാണ് ഫിർഔനെ നശിപ്പിച്ചത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് കൂടെ നിൽക്കുന്ന ആളുകൾ സ്വാലിഹീങ്ങളും സജ്ജനങ്ങളുമാവുക. അല്ലാഹു അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് 3 ചെറുപ്പക്കാർ കടന്നു വരികയാണ്. 3 ചെറുപ്പക്കാർ. ഈ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ആളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന മഹാനുഭാവൻ ചോദിച്ചു, ഇബ്നു മൻ അൻത, നീ ആരുടെ മോനാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ ബാപ്പ വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന നിങ്ങളുടെ മുൻഗാമിയായ ഭരണാധികാരിയുടെ ഗവർണറാണ്. ആ ഗവർണറുടെ മോനാണ് ഞാൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർക്കറിയാം, അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഒരുപാട് അന്യായം ചെയ്ത ആളാണ്. ഉഖ്റുബ് അന്നി വഅബീക ഫഇന്ന അബാക കാന യജ്ലിദുൽ മുസ്ലിമീൻ. നീയും നിന്റെ വാപ്പയുടെയും കാര്യം എന്നോട് പറയല്ലേ. നിന്റെ വാപ്പ വിശ്വാസികളായ ആളുകളെ വെറുതെ അടിക്കുന്ന ആളായിരുന്നുവെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വലിയ ആളുടെ മോനാന്ന് പറഞ്ഞു വന്നതാ. നിന്റെ വാപ്പയെ എനിക്ക് കൊള്ളൂല. അടുത്ത ചെറുപ്പക്കാരനോട് ആരുടെ മോനാ നീ? പറഞ്ഞു, എന്റെ വാപ്പ കൂഫയുടെ ഗവർണറായിരുന്നു. അന ഇബ്നു വാലിൽ കൂഫ, കൂഫയുടെ ഗവർണറിന്റെ മോനാണ് ഞാൻ. നീയും നിന്റെ വാപ്പയും എനിക്ക് വേണ്ട, പൊയ്ക്കോ. മഹാനവറുകൾ അധികാരം ഏറ്റെടുത്തപ്പോ മഹാനവറുകളുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയായി അന്ന് നിന്നിരുന്ന ആളുണ്ട്. ആ മനുഷ്യനോട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിന്നെ ഞാൻ പിരിച്ചുവിടുകയാണ്. ചോദിച്ചു, എന്തേ പ്രശ്നം? പറഞ്ഞു, എന്റെ മുൻഗാമി അധികാരം നടത്തുമ്പോൾ ഒരു ഖൈമയിൽ വെയിൽ കൊള്ളാതെ നീ പാറാവുകാരനായി വെയിൽ കൊള്ളാതെ നിൽക്കുകയും ജനങ്ങൾ മുഴുവനും പൊരിവെയിലത്ത് ജനങ്ങളെ നിർത്തുകയും ചെയ്ത ആളാണ് നീ. നിന്നെ എന്റെ സെക്രട്ടറി ആയിട്ട് എനിക്ക് വേണ്ട എന്ന് അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലത്ത് നീ സുഖിച്ച ആളാണ്. എപ്പോ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ട് അങ്ങനത്തെ ആള് എന്റെ സെക്രട്ടറി ആവണ്ട, എന്റെ ബോഡി ഗാർഡ് ആവണ്ട, എനിക്ക് വേണ്ട, എന്റെ ഓഫീസ് സെക്രട്ടറി നീ ആവണ്ട എന്ന് ആ ഹാജിബിനോട് പറഞ്ഞുകൊണ്ട് ആനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു. ആ ചെറുപ്പക്കാരന്റെ പേരാണ് മുസാഹിം എന്ന് പറയുന്ന ആള്. മുസാഹിം, തആല യാ മുസാഹിം, മുസാഹിമേ നീ ഇങ്ങോട്ട് വാ. അൻത ഹാജിബി, നീ
നീയാണ് എന്റെ പാറാവുകാരൻ. നിങ്ങൾ ഒരുപാട് ഖുർആൻ ഓതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവല്ലാതെ മറ്റാരും കാണാത്തിടത്ത് പോയി നിങ്ങൾ മറഞ്ഞിരുന്നു ദുആ നിസ്കരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മുസാഹിബെ, നിങ്ങളാണ് എന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പ്രൈവറ്റ് സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുമ്പോഴേ അവരിൽ ദീനാണ് നോക്കേണ്ടതെന്നാണ് ഈ പറയുന്നത്. നല്ല തട്ടിപ്പും ബുദ്ധിയുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുക. നല്ല ബുദ്ധിയുള്ള ആളുകളെ അങ്ങനെയല്ല വേണ്ടത്. അല്ലാഹുവിനെ ഭയപ്പെടുന്നവനെ നിങ്ങളുടെ വിഷയത്തിലും അല്ലാഹുവിനെ ഭയപ്പെടുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര് തന്റെ മുമ്പിലേക്ക് വന്ന 3 ചെറുപ്പക്കാരിൽ മൂന്നാമനോട് ചോദിച്ചു, നീ ആരുടെ മോനാണ്? ആ മോൻ പറഞ്ഞു, ഖത്താദത്ത് ഇബ്നു നുഅമാൻ എന്ന സ്വഹാബിയെ ഓർമ്മയുണ്ടോ? ഉഹദിലെ സ്വഹാബി. എന്റെ ഉപ്പ ഉഹദിൽ യുദ്ധം നടത്തുമ്പോ എന്റെ ഉപ്പയുടെ കണ്ണിന് ശത്രു കുത്തി പൊട്ടിച്ചപ്പോ എന്റെ ഉപ്പയുടെ കണ്ണ് കവളത്തേക്ക് പൊട്ടി വീണപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കണ്ണും പിടിച്ചിട്ട് എന്റെ വാപ്പ ഓടിയത് ചരിത്രം ഓർമ്മയുണ്ടോ? എന്നിട്ട് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് ആ കണ്ണ് എന്റെ ഉപ്പയുടെ കവിളിലേക്ക് കണ്ടടത്തിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ എന്റെ ഉപ്പായുടെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടിയത് ഓർമ്മയുണ്ടോ? ആ ഉപ്പയുടെ മോനാണ് ഞാൻ. ഖത്താദത്ത് ഇബ്നു നുഅമാൻ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ് ഞാൻ. അനബിനുല്ലദീ സാലത് അലൽ ഖദ്ദി ഐനുഹു അനബിനുല്ലദീ സാലത് ഇലൽ ഖദ്ദി ഐനുഹു فردت بكف المصطفى احسن الردي. മുസ്തഫ നബിയുടെ കൈ തട്ടിയിട്ട് ഏതൊരു കണ്ണുകൾക്കാണോ കാഴ്ച തിരിച്ചു കിട്ടിയത്, എന്റെ ഉപ്പയുടെ ആ കണ്ണിന് പിന്നെ തിമിരം പോലും ബാധിച്ചിട്ടില്ല. ഇപ്പൊ മരിക്കുന്നവരെ ആ കണ്ണുകൊണ്ട് കാണുന്ന പോലെ മറ്റേ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു മുഅ്ജിസ നടന്ന അനുഭവമുള്ള ഒരു വാപ്പയാണ് എന്റെ വാപ്പ. മഹാനായ ഖത്താദത്ത് ഇബ്നു നുഅമാൻ റളിയല്ലാഹു അൻഹു ആണ് എന്റെ വാപ്പ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ പറഞ്ഞു, ഇരിക്കുമോനെ ഇരിക്ക്. അഭിമാനം പറയണമെന്ന് തോന്നുന്നവർ ഇങ്ങനെയാണ് പറയേണ്ടത്. അൻസൻ നസബ് അൻസൽ ബഖൽ അൻസൽ തഖി. നീയാണ് അഭിമാനമുള്ളവൻ, നീയാണ് തറവാടുള്ളവൻ. വാപ്പയുടെ അധികാരമല്ല നിങ്ങൾ പറഞ്ഞത്, മുത്ത് റസൂലിന്റെ ത്യാഗം കഥയാണ് നിങ്ങൾ പറഞ്ഞത്. അധികാരമല്ല, റബ്ബിന് വേണ്ടി ചെയ്ത ത്യാഗമാണ്. ഒരു കണ്ണ് റബ്ബിന് കൊടുത്തിട്ട് അത് മുസ്തഫ നബിയുടെ കൈകൊണ്ട് കണ്ണിലേക്ക് തന്നെ തിരിച്ചു വെച്ചപ്പോൾ കാഴ്ച കിട്ടിയ നുഅമാൻ, മഹാനായ ഖത്താദത്ത് ഇബ്നു നുഅമാനിന്റെ മോനെ, നിങ്ങൾ അഭിമാനം പറയുന്നത് ഒരു നല്ല ഒരു വാപ്പയെ കൊണ്ടാണ്, നന്മ ചെയ്ത വാപ്പയെ കൊണ്ടാണ്. ആ നന്മയാണ് പരിശുദ്ധം, ഈ തറവാടാണ് പരിശുദ്ധം, ഈ കുടുംബ മഹിമയാണ് വലുത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അധികാരമല്ല, നന്മ ചെയ്തവർക്കാണ് സ്ഥാനം. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലൊക്കെ നന്മ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.